الحمد لله رب العالمين. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب وأزواج وأهل بيت سيدنا محمد، صلاة وسلاما عليك يا سيدنا يا رسول الله. قد بلغت الرسالة وأديت الأمانة وكشفت الغمة ونصحت الأمة وجاهدت في الله حق جهاده، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. وقال نبينا صلى الله عليه وسلم: ألا لا إيمان لمن لا محبة له، أو كما قال رسول الله صلى الله عليه وسلم. സാന്നിധ്യം കൊണ്ട് വേദിയെ ധന്യമാക്കിയ ബഹുവന്യരായ സയ്യിദ് അവർകൾ നമ്മുടെ ഈ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് വർഷങ്ങളായി ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പള്ളിയിലെ ഉസ്താദ് സലാമുള്ള സായദി, ഇതിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ബഹുമാന്യരായ കാരണവന്മാർ, സാന്നിധ്യം കൊണ്ടും സഹകരണങ്ങൾ കൊണ്ടും 9 വർഷമായി നിലനിൽക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ അർത്ഥത്തിലും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന സ്നേഹധന്യരായ നാട്ടുകാർ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ, ഉമ്മമാർ, സഹോദരി സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സൽക്കർമ്മമായി, നമ്മുടെ ഹസനാത്തിന്റെ തുലാസിൽ ഭാരം തൂങ്ങുന്ന ഒരു നന്മയായി രേഖപ്പെടുത്തുമാറാവട്ടെ. കഴിഞ്ഞ 9 വർഷത്തിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ മീലാദ് പരിപാടിയുമായി സഹകരിച്ച എത്രയോ ആളുകൾ ഇന്നത്തെ ഈ ഒരു സന്തോഷവേളയിൽ അവർ നമ്മുടെ കൂടെ ഇല്ല. പലരും 6 അടി മണ്ണിനടിയിലെത്തിക്കഴിഞ്ഞു. ഇനി അടുത്തുള്ള വർഷങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് പ്രവചിക്കാനും സാധ്യമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിപാടിയുടെ സഹകാരികളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവരുടെയൊക്കെ ഖബറിടങ്ങളെ സ്വർഗപ്പൂങ്കാവനങ്ങളാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ നമ്മളും ഇതുപോലെ പള്ളിക്കാട്ടിൻ്റെ ഇരുട്ടറയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ഈ നടക്കുന്ന പരിപാടികളുടെയൊക്കെ ഒരു പ്രതിഫലം അല്ലാഹു നമ്മുടെ ഖബറിലേക്കും എത്തിച്ച് തരുമാറാവട്ടെ. ഈ പരിപാടി നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള നമ്മുടെ യുവ സുഹൃത്തുക്കൾ, തീർച്ചയായും അവര് അഭിനന്ദനമർഹിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ ഇഷ്ഖെ റസൂൽ എന്ന പേര് വെച്ച് നടത്തുന്ന ഈ പരിപാടി ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു സൽക്കർമ്മമായിരിക്കും. മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ. ഒരാൾ ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഹബീബായ തങ്ങളെ മഹബത്ത് വെക്കലും അവിടുത്തെ മദ്ഹ് പറയലും. അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലെ യുവാക്കൾക്ക്, ഈ കൂട്ടായ്മക്ക് തീർച്ചയായും അഭിനന്ദനത്തിന് അർഹതയുണ്ട്, അവകാശമുണ്ട്. അവർ നടത്തിവരുന്ന ഈ പ്രോഗ്രാം, ഇതിൽ നിന്ന് മിച്ചം വരുന്ന, ബാലൻസ് വരുന്ന സംഖ്യ കൊണ്ട്
അവര് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം അത് റഹ്മത്തുല്ലിൽ ആലമീനായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ഒരു ചര്യയാണ്. അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളും ദഫ് പ്രദർശനവുമൊക്കെയാണ്. വല്ലാതെ വൈകിപ്പോയാൽ ഒരു പക്ഷേ ഉറങ്ങാൻ വൈകുകയും സുബഹി ഖളാ ആവുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു പ്രസംഗം ചുരുക്കി മാതൃക കാണിച്ചാൽ ശേഷമുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ സമയത്ത് നടക്കുകയും നമുക്കൊക്കെ നേരത്തെ കിടന്നുറങ്ങി സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കുകയും ചെയ്യും. അതായിരിക്കും ഈ സദസ്സിനോട് ചെയ്യുന്ന നീതി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ കലാപരിപാടിക്ക് വേണ്ടി സ്റ്റേജ് കെട്ടിയത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുന്നതിന് വേണ്ടി സ്റ്റേജ് കെട്ടിയത് ഈ ചെയ്ത ഒരു പ്രവർത്തനത്തിന് ചരിത്രത്തിന്റെ അങ്ങേ തലക്കൽ മദീനത്തെ പള്ളിയിൽ തന്റെ മദ്ഹ് പാടുന്നതിന് വേണ്ടി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വലഅ ലി ഹസ്സാന മിംബറൻ ഫീ മസ്ജിദിഹി, തന്റെ പള്ളിയിൽ മദീനത്തെ പള്ളിയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന റസൂലുള്ളാഹി തങ്ങളുടെ പാട്ടുകാരന് പാട്ട് പാടാൻ വേണ്ടി ഒരു സ്റ്റേജ് കെട്ടിക്കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മീലാദിന്റെ സംഘാടകനായി നമ്മുടെ മുമ്പിൽ നടന്നിട്ടുണ്ട്. പാട്ട് പാടുന്ന കുട്ടികൾക്ക് നിങ്ങളെല്ലാവരും സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യണം. സംഘാടകർ ഒരു പക്ഷേ സമ്മാനം കൊടുക്കുന്നുണ്ടാകും. ഉണ്ടോ സാറേ? ഉണ്ട്. സമ്മാനങ്ങൾ സംഘാടകരുടെ വകയുണ്ട്. അതുമാത്രം പോരാ. എല്ലാ രക്ഷിതാക്കളും അവരവരുടെ കുട്ടികൾക്ക് ഒരു പ്രത്യേക പ്രോത്സാഹന സമ്മാനം ഓഫർ ചെയ്യണം. എൻ്റെ നാട് അമേരിക്കയിലൊന്നുമല്ല, ഈ പാടത്തിൻ്റെ അങ്ങേക്കരയിലാണ്. അവിടെ പറപ്പുതടത്തുള്ള ഞങ്ങളുടെ മദ്രസയിൽ ഈ കൊല്ലത്തെ നബിദിനത്തിനൊരു പ്രത്യേക നിയമം കൊണ്ടുവന്നു. പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആ കുട്ടികളുടെ സ്വന്തം രക്ഷിതാക്കൾ ഒരു പ്രോത്സാഹന സമ്മാനം കൊടുത്തേ പറ്റൂ. എല്ലാ രക്ഷിതാക്കളും പരിപാടിൻ്റെ തലേന്ന് തിരൂര് ടൗണിൽ പോയി അവരവരുടെ മക്കൾക്കുള്ള സമ്മാനം കൊണ്ടുവന്നു. അതൊരു വലിയ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു. കാരണം സ്വന്തം മക്കൾ പാട്ടുപാടിയതിന് ഉമ്മമാര്, ഉപ്പമാര്, രക്ഷിതാക്കള്, എളാപ്പമാര് സമ്മാനം കൊടുക്കുകയാണ്. അപ്പൊ അതെന്തായാലും സമ്മാനം മോശമാവൂല. അവനാന്റെ കുട്ടിക്കുള്ളതാവുമ്പോൾ എന്തായാലും ഉഷാറാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സദസ്സിലുള്ള കുട്ടികള് ഇവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഇവരുടെ രക്ഷിതാക്കളുടെ വക തന്നെ സമ്മാനം വേണം. കൂട്ടത്തിൽ നന്നായി പാട്ടും പ്രസംഗവും അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് നാട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ വകയും പ്രോത്സാഹനങ്ങൾ കിട്ടണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. ചരിത്രത്തിന്റെ അങ്ങേ തലക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തന്റെ മദ്ഹ് പാടിയ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന് തന്റെ തോളത്തിരിക്കുന്ന തട്ടം, ഷാൾ, അത് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. ബാനത്ത് സുആദു എന്ന് തുടങ്ങുന്ന ഹബീബായ തങ്ങളെ അതിമനോഹരമായി വർണ്ണിക്കുന്ന കവിത ആലപിച്ച കഅബ് റളിയല്ലാഹു അൻഹു ആ കവിത ആലപിക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി സ്വഹാബത്തിനെ വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരൻ എന്നെക്കുറിച്ച് പാടുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞ് ആ മദ്ഹിലേക്ക് നബി തങ്ങൾ തന്നെ ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. പാടിക്കഴിഞ്ഞപ്പോൾ ഹസാൻ ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന് ഹബീബായ തങ്ങൾ കൊടുത്തത് അമൂല്യമായ ഒരു സമ്മാനമാണ്. സംഘാടകരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുള്ള ഒരു സമ്മാനമായിരിക്കും ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് നൽകുക. പക്ഷേ ഒരു മദ്ഹ് പാടുന്ന, ഒരു മദ്ഹ് പാടിയ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഈ സമ്മാനം അത് വളരെ ചെറിയ ഒരു സമ്മാനമാണ്. എത്ര വലിയ ഒരു പ്രോത്സാഹന സമ്മാനം നമ്മൾ കൊടുത്താലും അന്ന് മദ്ഹ് പാടിയ കുട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത സമ്മാനത്തിന്റെ വില ആവുകയില്ല. തന്നെ കുറിച്ച് പാട്ടുപാടിയ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന് ഹബീബായ തങ്ങൾ അവിടുത്തെ ചുമലിൽ കിടന്നിരുന്ന ഷാള് തട്ടമെടുത്തുകൊണ്ട് സമ്മാനമായി കൊടുത്തു. ഹബീബായ തങ്ങളുടെ ദേഹത്തോട് ഒട്ടിച്ചേർന്ന് കിടന്ന ഒരു തട്ടത്തിന്റെ വില എത്രയാണ്?
ആ തട്ടം തനിക്ക് കിട്ടുന്നതിന് വേണ്ടി മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, മുത്തുനബി നിങ്ങൾക്ക് സമ്മാനം തന്ന തട്ടം നിങ്ങൾ എനിക്ക് വിൽക്കണം, നിങ്ങൾ ചോദിക്കുന്ന വില ഞാൻ തരാം. കഅബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഇല്ല, ആ തട്ടം വിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ എത്ര പൈസ തന്നാലും, ലക്ഷക്കണക്കിന് രൂപ തന്നാലും ആ തട്ടം ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതെനിക്ക് മുത്തുനബി തന്നതാണ്, അതുകൊണ്ട് ഞാൻ വിൽക്കില്ല എന്ന് പറഞ്ഞു. കഅബ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ ആഗ്രഹവുമായി കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളുടെ അരികിലെത്തി. മക്കളോട് പറഞ്ഞു, മക്കളെ, ഉപ്പാക്ക് മുത്തുനബി സമ്മാനം കൊടുത്ത ഒരു തട്ടമുണ്ടല്ലോ, ആ തട്ടം നിങ്ങൾ എനിക്ക് വിൽക്കണം, ആ തട്ടം നിങ്ങൾ എനിക്ക് വിൽക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ കിടന്നിരുന്ന അവിടുത്തെ വിയർപ്പ് തട്ടിയ ആ തട്ടം കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കള് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്നത്തെ കാലത്ത് 14 നൂറ്റാണ്ട് മുമ്പ് ആ തട്ടത്തിന് അവർ കണക്കാക്കിയ വില 1,00,000 ദിർഹമായിരുന്നു, 1,00,000 വെള്ളി നാണയം. ഇന്നത് കോടികളുടെ മൂല്യമുള്ള ഒരു സംഖ്യയാണ്. അത്രയും വില കൊടുത്തിട്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു ആ തട്ടം സ്വന്തമാക്കിയത്. അതുകൊണ്ട് മീലാദിന് കൊടുക്കുന്ന സമ്മാനം ചെറുതാകാൻ പാടില്ല, മൂല്യമുള്ള സമ്മാനങ്ങൾ കൊടുക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്ര വിദഗ്ധൻ പറയുന്ന ഒരു വാചകമാണ്, ഒരു മനുഷ്യൻ, ഒരു നേതാവ്, ആ നേതാവ് ജീവിക്കേണ്ടത് പ്രതിമകളിലോ ഛായാചിത്രങ്ങളിലോ അല്ല. ഒരു നേതാവിന്റെ അമരത്വം കുടികൊള്ളേണ്ടത് ജനമനസ്സുകളിലാണ് എന്ന് അദ്ദേഹം ഒരു സ്ഥലത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ 14 നൂറ്റാണ്ടുകൾക്ക് ഇങ്ങേ തലയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചിത്രത്തിലോ ഏതെങ്കിലും ഒരു പ്രതിമയിലോ ഹബീബായ തങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. നബി തങ്ങളുടെ ചിത്രം ലോകത്ത് ലഭ്യമല്ല. കാരണം ഹബീബായ തങ്ങളുടെ കാലത്ത് ക്യാമറയില്ല. ക്യാമറ ഉണ്ടെങ്കിൽ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ഫോട്ടോ എടുക്കാൻ കഴിയില്ല. കാരണം നിഴലുള്ള വസ്തുക്കളെ മാത്രമേ ഫോട്ടോയിൽ പകർത്താൻ സാധിക്കുകയുള്ളൂ. നിഴലില്ലാത്ത വസ്തുക്കളെ ഫോട്ടോയിൽ പകർത്താൻ സാധ്യമല്ല. ഹബീബായ തങ്ങൾ പ്രകാശമാണ്, നൂറാണ്. ആ നൂറിനെ ഒരിക്കലും ഒരു ക്യാമറയിലെ ചിത്രത്തിൽ, ഒരു ഫിലിമിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഫോട്ടോ ഇല്ലാതെ, പ്രതിമയില്ലാതെ നൂറ്റാണ്ടുകൾ അതിജയിച്ച് ഇന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുന്നത് സാധുക്കളായ നമ്മെപ്പോലെയുള്ള ആളുകളുടെ ഹൃദയങ്ങളിലാണ്. അവിടുത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, മഹബത്ത് വെക്കുന്ന മുഅ്മിനീങ്ങളുടെ ഖൽബിലാണ്. അതുകൊണ്ട് ഫ്രോയിഡ് പറഞ്ഞ വാചകം ഏറ്റവും ചേരുന്നത് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്. ഹബീബായ തങ്ങൾ ഭൂമിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ലോകം ഒരു പ്രവാചകനെ കാത്തിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു പ്രവാചകൻ വന്ന് 600 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വഫാത്തായത് 600 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം ലോകത്തൊരു പ്രവാചകനില്ല. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ അധപ്പതിച്ചു പോയ ഒരു കാലം, ഒരു ജീർണിച്ച സംസ്കാരം നിലനിൽക്കുന്ന കാലം, ധർമ്മവും അധർമ്മവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത കാലം, ആളുകൾ കാട്ടിക്കൂട്ടുന്ന തെറ്റുകുറ്റങ്ങളെ മഹത്വവൽക്കരിക്കുന്ന, ജനങ്ങൾ ചെയ്യുന്ന തെറ്റുകളാണ് ഏറ്റവും നല്ല നന്മ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലം. പെണ്ണിനെ ജനിച്ചിരിക്കുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ആ പെൺകുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടുന്നത് പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലം. കള്ളിനും കഞ്ചാവിനും, കള്ളിനും മയക്കുമരുന്നിനും പെണ്ണിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ഒരു കാലം. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കൊല്ലങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളായി പരിണമിച്ചിരുന്ന ഒരു കാലം. മണ്ണും വിണ്ണും ആകാശവും ഭൂമിയും ഒരു സമുദ്ധാരകനെ കാത്തിരിക്കുകയാണ്, ഒരു നേതാവിനെ കാത്തിരിക്കുകയാണ്, ഒരു വിപ്ലവ നായകനെ കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സമയത്താണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതരാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സാധിച്ചെടുത്ത ഏറ്റവും വലിയ
വലിയ ഒരു വിപ്ലവത്തെക്കുറിച്ച് എഴുത്തുകാരനായ തോമസ് കാർലൈൽ പറയുന്നുണ്ട്. നബി തങ്ങൾ സാധിച്ചെടുത്ത ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി കൊല്ലങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന അറേബ്യൻ ഗോത്രവർഗങ്ങളെ കൂട്ടിയിണക്കി എന്നതാണ്. 2 ദശകങ്ങൾ കൊണ്ട്, കേവലം വരുന്ന 20 കൊല്ലങ്ങൾ കൊണ്ട് പരസ്പരം പോരടിച്ചിരുന്ന ഒരു ഗോത്രത്തിന്റെ ഒട്ടകം അടുത്ത ഗോത്രക്കാരന്റെ പറമ്പിൽ കയറി പുല്ല് തിന്നതിന്, മിണ്ടാപ്രാണിയായ ആ മൃഗത്തെ കൊന്നതിന്റെ പേരിൽ നടന്ന കലാപം, വർഷങ്ങൾ നീണ്ടുനിന്ന ഇങ്ങനെയുള്ള അറേബ്യക്കാരായ ഗോത്രവർഗക്കാർക്കിടയിൽ പരസ്പര സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു വിപ്ലവം രചിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചതാണ് അവിടുന്ന് ചെയ്ത ഏറ്റവും വലിയ വിപ്ലവം എന്ന് തോമസ് കാർലൈൽ അഭിപ്രായപ്പെടുന്നുണ്ട്. ജനങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം ഹബീബായ തങ്ങൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു. നൈമിഷികമായ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ നമുക്ക് ശാശ്വതമായ ഒരു ജീവിതമുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്, ഈ ലോകം നിലനിൽക്കുന്ന ഈ നിലനിൽപ്പിനൊരു താളമുണ്ട്. ആ താളത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു പൂമൊട്ട് വിരിയുന്നത് പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചരിത്രകാരനായ എഡ്വേർഡ് ഗിബ്ബൺ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ വലിയ വിപ്ലവം സാധിച്ചത് ഒരു ആയുധം കൊണ്ടാണ്. ഹബീബായ തങ്ങള് ഈ വലിയ വിപ്ലവം ഉണ്ടാക്കിയത് ഒരു ആയുധം കൊണ്ടാണ്. അദ്ദേഹം തീർത്തും പറയുന്നു, ആ ആയുധം വാളല്ല, തോക്കല്ല, പീരങ്കിയല്ല, ആ ആയുധം സ്നേഹമായിരുന്നു. സ്നേഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ വിപ്ലവം. സ്നേഹമായിരുന്നു നബി തങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ശത്രുവിനോട് പോലും സ്നേഹം കാണിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിയവരാണ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്തില്ലല്ലോ, സ്വലാത്ത് ഉറക്കെ ചൊല്ലണം. മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ഇല്ലാൽ അവന് 10 സ്വലാത്ത് ഞാൻ ചെയ്യുമെന്ന് അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസ് അല്ലാഹ് പറഞ്ഞതായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികളും എല്ലാ ആളുകളും, സ്ത്രീകൾ ശബ്ദം കൂടുതൽ പുറത്തേക്ക് വരാത്ത രൂപത്തിൽ സ്വലാത്ത് ഇല്ല, കുട്ടികൾ നല്ല ഉച്ചത്തിൽ സ്വലാത്തല്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മോന്റെ പമ്പരം നല്ല രസമുണ്ട്, പക്ഷെ പെരീന്ന് പറപ്പിച്ചാൽ മതി ട്ടാ. മാഷാ അല്ലാഹ്, നല്ല കുട്ടിയാണ് കേട്ടാ. കുട്ടികളൊക്കെ സ്റ്റേജിൽ കയറുന്ന സമയത്ത് തൊപ്പിട്ട് കണ്ട് വേണം കയറാൻ. പാട്ട് പാടുമ്പോഴേ സ്റ്റേജിൽ കയറുമ്പോൾ നല്ല തൊപ്പിടണം. കറുത്ത തൊപ്പി പോരട്ടെ മോനെ, കറുത്ത തൊപ്പിട്ടാൽ ഈ തൊപ്പിട്ടതായിട്ട് അറിയില്ല. ഈ ലൈവ് ഇങ്ങനെ പോണത് കൊണ്ടേ ലൈവിൽ ആളുകൾ ഇങ്ങനെ റസൂലുള്ളാന്റെ പാട്ട് പാടാൻ വേണ്ടി തൊപ്പിടാതെ കുട്ടി കയറിയിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയും. അപ്പൊ തൊപ്പിട്ടിട്ട് കയറണം എല്ലാ കുട്ടികളും, തൊപ്പിടാത്ത ആരുണ്ടാവാൻ. ഞെരിയാണിക്ക് മേലൊക്കെ പാൻറ് കൊടുക്കണം എല്ലാവരും കേട്ടോ. പാൻറ്റൊക്കെ ഞെരിയാണിൻ്റെ മുമ്പ് കയറ്റി വെച്ചിട്ടാണ് സ്റ്റേജിൽ വന്ന് പാടുമ്പോൾ ഞെരിയാണിൻ്റെ താഴത്തൊക്കെ ഇങ്ങനെ പാൻറ്റായിട്ട്. ഇതിങ്ങനെ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഈ ഉസ്താദിൻ്റെ ഈ ലൈവ് ഇങ്ങനെ കാണുമ്പോൾ ഗൾഫിലൊക്കെ നിന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സമ്മാനം ഓഫർ ചെയ്യുമ്പോൾ കണ്ടോ ആ കുട്ടി തൊപ്പിയിട്ടിട്ടില്ല, മറ്റേ കുട്ടീൻ്റെ ഞെരിയാണിൻ്റെ താഴെയാണ് തുണി. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് സമ്മാനം കൊടുക്കുക? 1000 ഉറുപ്പ്യ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത് 100 ഉറുപ്പ്യ ഇരിക്കാളെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും നല്ല ഉഷാറായിട്ട്, ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുകയൊന്നുമില്ല, ഞാൻ വളരെ കുറഞ്ഞ് സംസാരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതിലും കേൾക്കുന്നതിലും എല്ലാം നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. കുറച്ച് പറയാ, കൂടുതൽ കേൾക്കുക, അതാണല്ലോ വേണ്ടത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ തങ്ങളെപ്പോലെ ചരിത്രത്തിൽ ഒരു നേതാവിനെ കാണാൻ കഴിയില്ല. ലോകം കണ്ട 100 നേതാക്കന്മാരെ പരിചയപ്പെടുത്താൻ തീരുമാനിച്ചു അമേരിക്കക്കാരനായ മൈക്കിൾ എച്ച് ഹാർട്ട്. മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ലോകം കണ്ട 100 ആളുകളെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 1978 അദ്ദേഹം അങ്ങനെ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതുന്നതിന് മുമ്പ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം താൻ എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു നിയ്യത്ത് വെച്ചു. എന്താണ് മൈക്കിൾ എച്ച് ഹാർട്ട് വെച്ച നിയ്യത്ത്? ഞാൻ ഒരു പുസ്തകം തയ്യാറാക്കുമ്പോൾ 100 ആൾക്കാരുടെ ചരിത്രം എഴുതുമ്പോൾ അതിൽ ഒന്നാമത്തെ ആള് എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ആളായിരിക്കണം.
എല്ലാ ആളുകൾക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു സന്ദേശം ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരാളെ കൊണ്ടാണ് എന്റെ പുസ്തകം ഞാൻ ആരംഭിക്കുക എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് മൈക്കിൾ എച്ച് ഹാർട്ട് ലോക നേതാക്കന്മാരെ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന്റെ പ്രവാചകനായ യേശുവിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചു. യേശുവിന്റെ ചരിത്രം കുറെ മുന്നോട്ട് പോയപ്പോൾ അവിടെ കാണുന്നു, യേശു വിവാഹം കഴിച്ചിട്ടില്ല. വിഭാര്യനായി ജീവിച്ച യേശുവിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിച്ച ദമ്പതിമാർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനൊന്നും ഉണ്ടാകൂല. താൻ അവതരിപ്പിക്കുന്ന 100 ആളുകളിൽ ഏറ്റവും ഒന്നാമത്തെ ആള്, ഏറ്റവും ആദ്യമായി ഞാൻ എഴുതി ചേർക്കുന്ന ചരിത്രം, എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഏത് ആളുകളോടും ഉപദേശം കൊടുക്കാൻ പറ്റുന്ന ആളായിരിക്കണമെന്ന് നിയ്യത്ത്. അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചു. യേശുക്രിസ്തു കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിവാഹിതരായ ആളുകളോട് യേശുവിനൊന്നും പറയാനില്ല. അദ്ദേഹം മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതം മുഴുവനും അദ്ദേഹം പഠിച്ചിട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ കാഹളം മുഴങ്ങിയതിനു ശേഷം, സ്വാതന്ത്ര്യ സമരത്തിന്റെ അതിന്റെ ആ പോരാട്ടങ്ങളുടെ തീവ്രത കൂടിയതു മുതൽ പിന്നെ ഗാന്ധിജിക്ക് പ്രത്യേകിച്ച് കുടുംബജീവിതമില്ല. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും പിന്നെ തെരുവിലാണ്, പിന്നെ ആളുകളുടെ കൂടെയാ. ഇങ്ങനെ നെഹ്റുവിനെ കുറിച്ച് പഠിച്ചു, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിച്ചു, എല്ലാ ആളുകളെയും പഠിച്ചിട്ട് അവസാനം ക്രിസ്ത്യാനിയായ മൈക്കിൾ എച്ച് ഹാർട്ട് ഒരു തീരുമാനത്തിലെത്തി. തന്റെ ദ 100 എന്ന പുസ്തകത്തിൽ ഒന്നാമതായി എഴുതി ചേർക്കുന്നത് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ. അദ്ദേഹം അതിൽ എഴുതി വെക്കുകയാണ്, ക്രിസ്ത്യാനിയായ ഞാൻ ഒന്നാമതായി എന്റെ ചരിത്ര പുസ്തകത്തിൽ മുത്ത് നബിയെ കുറിച്ച്, മുഹമ്മദ് നബിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ എന്നെ പലരും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ മതപരമായ മേഖലയിലും മതേതരമായ മേഖലയിലും ഒരുപോലെ നേതൃത്വം നൽകാൻ, ലോകത്തെ നയിക്കാൻ കഴിവുള്ള ഒരേ ഒരു നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന അമേരിക്കക്കാരനായ ക്രിസ്ത്യാനിയായ സയന്റിസ്റ്റായ ചരിത്രകാരൻ എഴുതി വെച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം എങ്ങനെ നോക്കിയാൽ, തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവിടുത്തെ പരാമർശങ്ങൾ കണ്ടാൽ നമ്മൾ വിചാരിക്കും നബി തങ്ങൾ ഒരു തൊഴിലാളി നേതാവാണ്. കുട്ടികളോടുള്ള അവിടുത്തെ ദയാവായ്പും കുട്ടികളോടൊത്തുള്ള അവിടുത്തെ ചരിത്രവും കണ്ടാൽ നമ്മൾ വിചാരിച്ചു പോകും നബി തങ്ങൾ കുട്ടികളുടെ പ്രവാചകനാണ് എന്ന്. സ്ത്രീകളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞ പരാമർശങ്ങൾ നോക്കിയാൽ, സ്ത്രീകൾക്ക് അവിടുന്ന് കൊടുത്ത കരുതലും കാരുണ്യവും നോക്കിയാൽ നമുക്ക് തോന്നും നബി തങ്ങൾ ഒരു സ്ത്രീകളുടെ പ്രവാചകനാണ് എന്ന്. ഇങ്ങനെ യുവാക്കളാവട്ടെ, വൃദ്ധന്മാരാവട്ടെ, സമൂഹത്തിലുള്ള അധസ്ഥിതരായ ഏതൊരാളുകളെ കുറിച്ച് നോക്കിയാലും സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങൾ അവരുടെ ഒരു നേതാവാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ രൂപത്തിൽ എല്ലാ മേഖലയിലുമുള്ള ആളുകളോട് ഒരുപോലെ സംവദിച്ച ഒരു നേതാവ് അതൊന്നു മാത്രമേ ലോകത്തുള്ളൂ, സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ചരിത്രമാണെങ്കിലോ ചരിത്രത്തിന്റെ താളുകളിൽ ഒന്നാകെ പടർന്നു പന്തലിച്ച് കിടക്കുകയാണ്. ഹബീബായ തങ്ങളുടെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് പോലും ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. ആ ഹബീബായ തങ്ങളെ ആമിന ബീവി പ്രസവിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഉപ്പമാരുടെ ചരിത്രം, ഉപ്പാപ്പമാരുടെ ചരിത്രം, ഇങ്ങനെ തുടങ്ങി ആദം നബി അലൈഹിസ്സലാം വരെയുള്ള ചരിത്രം രേഖപ്പെട്ട് കിടക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് മക്കയിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരാളുമില്ല. ലോകത്തൊരാൾക്കും നബി തങ്ങളുടെ മുമ്പ് മുഹമ്മദ് എന്ന് പേരില്ല. എന്നാൽ നബി തങ്ങൾ ജനിക്കാൻ അടുത്തതോടുകൂടി മക്കയിൽ 15 കുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കുന്നുണ്ട്. എന്തായിരുന്നു അതിന് കാരണം? പൂർവ്വവേദങ്ങൾ പഠിച്ച ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർക്കറിയാം അവസാന കാലഘട്ടത്തിൽ കടന്നു വരുന്ന പ്രവാചകന്റെ പേര് മുഹമ്മദാണ് എന്ന്. ആ വേദം പഠിച്ച ആളുകൾ മക്കയിലുള്ള ആളുകളോട് വന്നിട്ട് പറഞ്ഞു, ഇതാ അവസാന കാലഘട്ടത്തിലെ പ്രവാചകൻ വരാനായിട്ടുണ്ട്, ആ പ്രവാചകൻ ഈ നാട്ടിലാണ് വരാൻ പോകുന്നത്, ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് ആയിരിക്കും എന്ന് പൂർവ്വവേദങ്ങൾ പഠിച്ച ജൂതന്മാരും ക്രിസ്ത്യാനികളും വന്ന് മക്കയിലുള്ള ആളുകളോട് പറഞ്ഞപ്പോ അത് കേട്ട പലരും അവരുടെ ഭാര്യമാര് ഗർഭിണികളായപ്പോൾ മക്കൾക്ക് പേര് മുഹമ്മദ് എന്നിട്ട് വെച്ചു. അങ്ങനെ 15 മുഹമ്മദുമാരാണ് മക്കയിൽ നബി തങ്ങൾ ജനിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലമുണ്ടായത്. ഈ 15 മുഹമ്മദുമാരുടെ ചരിത്രം മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാരാണ്? ഒന്നാമത്തെ മുഹമ്മദ് ബിൻ ഉഹൈഹയാണ്. ഉഹൈഹയുടെ മകൻ മുഹമ്മദ്. ഉഹൈഹ എന്ന് പറയുന്ന ആള് മക്കക്കാരനാണ്. അയാള് കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടാനുള്ള കാരണം എന്താണ്?
അയാളൊരു പാതിരി പറയുന്ന വാക്ക് കേട്ടതാണ്. മക്കയിൽ ഒരു കുഞ്ഞ് ജനിക്കും, ആ കുട്ടിക്ക് മുഹമ്മദ് എന്നാണ് പേര്. ആ കുട്ടിയാണ് അവസാന കാലഘട്ടത്തിലെ പ്രവാചകൻ. അദ്ദേഹം വീട്ടിൽ ചെന്നു, ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. തൊട്ടടുത്ത ദിവസം ഭാര്യ പ്രസവിച്ചപ്പോ അദ്ദേഹം തന്റെ കുട്ടിക്ക് പേര് വിളിച്ചു മുഹമ്മദ്. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ജനിക്കാനായപ്പോൾ മക്കയിൽ ഉദയം ചെയ്ത, മക്കയിൽ ജനിച്ച 15 കുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ ആ മുഹമ്മദുമാരുടെ ചരിത്രവും രേഖപ്പെട്ട് കിടക്കുകയാണ്. ഹബീബായ തങ്ങളുടെ ചരിത്രത്തിലെ ഒരു നിമിഷം പോലും ചരിത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളൊക്കെ നമ്മുടെ ഉമ്മ തൊട്ടിലാട്ടുന്ന സമയത്ത് താരാട്ടുപാട്ടുകൾ പാടാറുണ്ട്. കുഞ്ഞുങ്ങളെ ഉറക്കുന്ന സമയത്ത്, തൊട്ടിലിട്ട് ഉറക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് താരാട്ടുപാട്ട് പാടാറുണ്ട്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹലീമ ബീവിയുടെ വീട്ടില് ഷൈമാഇന്റെ കരങ്ങളിൽ കിടന്നുകൊണ്ട് ആ ഹലീമ ബീവിയുടെ പൊന്നുമോള് നബി തങ്ങൾ എങ്ങനെ തൊട്ടിലാട്ടുന്ന സമയത്ത് പാടിയ പാട്ട്, ആ പാട്ട് പോലും ചരിത്രത്തിലുണ്ട്. ലോകത്തൊരു നേതാവിന്റെ ചരിത്രത്തിലും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. ആ നേതാവിനെ അമ്മ തൊട്ടിലാട്ടുന്ന സമയത്ത് പാടിയ പാട്ട് ആ നേതാവിന്റെ ജീവചരിത്രത്തിൽ വായിക്കാൻ കഴിയില്ല. യാ റബ്ബനാ അബ്ഖി ലനാ മുഹമ്മദാ ഹത്താ അറാഹു യാഫിഅൻ വഅംറദാ ثم أراه سيدا مسودا وأعطه عزا يدوم أبدا. ഹലീമ ബീവിയുടെ പൊന്നുമോള് ഷൈമ എന്നു പേരുള്ള പെൺകുട്ടി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടിലിട്ട് അതേ ആ കുഞ്ഞിനെ രാരീരം പാടി ഉറക്കുന്ന സമയത്ത് അന്ന് ഷൈമ പാടി വെച്ച വരികളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാ എന്ന് പറഞ്ഞു ഉമ്മമാര് കുഞ്ഞുങ്ങളെ തൊട്ടിലാട്ടുന്നത് പോലെ അന്ന് ഷൈമ പാടിയ പാട്ടിന്നും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങേ തലക്കൽ ഹബീബായ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ താടിയിലും മുടിയിലുമായി ആകെ എത്ര രോമങ്ങളാ നരച്ചത് എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഹബീബായ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ താടിയിലും മുടിയിലുമായി ആകെ നരച്ച രോമങ്ങൾ 14 എണ്ണമാണ്. ഇങ്ങനെ ഒരു ചരിത്രം ലോകത്തൊരാൾക്കുമില്ല. തൊട്ടിലാട്ടിയ സമയത്ത് പാടിയ പാട്ട് മുതൽ ഇങ്ങേ തലക്കൽ വഫാത്താകുന്ന സമയത്ത് നീണ്ട 63 കൊല്ലത്തിന് ശേഷം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ താടിയിലും മുടിയിലുമായി 14 രോമങ്ങളാണ് ആകെ നരച്ചുപോയത് എന്ന് വരെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു നേതാവാണ്. ഇത്രമേൽ ചരിത്രം അടയാളപ്പെട്ട ഒരു നേതാവ് ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി ഒരു മിത്തല്ല, മുഹമ്മദ് നബി ഒരു ഇതിഹാസമല്ല, മുഹമ്മദ് നബി ഒരു പുരാണമല്ല, മുഹമ്മദ് നബി ഒരു കെട്ടുകഥയല്ല. ചരിത്രത്തിൽ തുറന്നുവെച്ച പുസ്തകമാണ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങളുടെ കീഴിൽ ഒരു അണിയായി, ഒരു പ്രവർത്തകനായി ജീവിക്കാൻ കഴിയുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു അഭിമാനം എന്ന് പറയുന്നത്. ഞാൻ മുത്തുനബിയുടെ അനുയായിയാണ് എന്ന് പറയലാണ്. ലമ്മാദ അല്ലാഹു ദാഇനാ ലി ത്വാഅതിഹി ബി അക്രമിർ റുസുലി കുനാ അക്രമൽ ഉമമി മൗലായ സ്വല്ലി വസല്ലം على حبيبك خير الخلق كلهم. അമ്പിയാക്കളിൽ അത്യുത്തമരായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറുർ റുസുൽ എന്ന് അവിടുന്ന് വിളിച്ചപ്പോൾ ആ വിളിക്ക് അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റായി, ആ വിളിയുടെ ഒരു ഫലമായി സാധുക്കളായ നമ്മളടക്കമുള്ള ആളുകൾ ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന പേരിന് അർഹതപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി
റസൂലുള്ളാഹി തങ്ങൾക്ക് 100,000-ൽ പരം വരുന്ന അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ നബി എന്ന് പേര് കിട്ടിയപ്പോ ഈ ഉമ്മത്തികൾക്ക് ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന പേര് കിട്ടി. അതുകൊണ്ട് ഹബീബായ തങ്ങളെന്റെ നേതാവാണെന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനം വേണം. ആ നേതാവിനെ നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിക്കണം, കൽബ് കൊണ്ട് നമ്മൾ സ്നേഹിക്കണം. അവിടുത്തെ ചര്യകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം 3 കാര്യങ്ങളോടാണ്. ഹബീബായ തങ്ങളുടെ ഇഷ്ടം എന്താണെന്നറിയാൻ സ്വഹാബത്ത് വന്ന് കാതുകൂർപ്പിച്ചിരിക്കുമ്പോ അവിടുന്ന് പറയുന്നു, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്. 3 കാര്യങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അതിലൊന്നാമത്തേത് അത്തീബ്, സുഗന്ധമാണ്. എനിക്ക് സുഗന്ധത്തോട് വലിയ ഇഷ്ടമാണ്. ഹബീബായ തങ്ങളുടെ വിയർപ്പ് തന്നെ സുഗന്ധമാണ്. അവിടുത്തെ മലമൂത്ര വിസർജ്യങ്ങൾക്കൊന്നും ദുർഗന്ധമില്ല. അവിടെ നിന്ന് റീഹുൻ ത്വയ്യിബ, നല്ല സുഗന്ധമാണ് അടിച്ചു വീശാറുള്ളത്. ആ ഹബീബായ തങ്ങൾ പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം സുഗന്ധമാണ്. അതുകൊണ്ട് ആണുങ്ങളെല്ലാവരും സുഗന്ധം ഉപയോഗിക്കണം. ഇമാമുന ശാഫഈ തങ്ങൾ പറഞ്ഞു, മൻ ത്വാബ റീഹുഹു സാദ അഖ്ലുഹു. ഒരാൾ സുഗന്ധം ഉപയോഗിച്ചാൽ അവന്റെ ബുദ്ധി കൂടുന്നതാണ്, ബുദ്ധി വികസിക്കുന്നതാണ്. അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ സുഗന്ധം ഉപയോഗിക്കണം. ആണുങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കണം, പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കണം. അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. രണ്ടാമത് അവിടുന്ന് പറഞ്ഞു, അന്നിസാ, എനിക്ക് സ്ത്രീകളോട് വലിയ താല്പര്യമാണ്, സ്നേഹമാണ്. അവിടുത്തെ വീട്ടിലെ സ്ത്രീകളോട്, ഭാര്യമാരോട്, പെൺമക്കളോട്, കുട്ടികളോട്, ഈ ഉമ്മത്തിലെ മുഴുവൻ സ്ത്രീകളോടും ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വലിയ സ്നേഹമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ പെൺമക്കളോട് വലിയ സ്നേഹം കാണിക്കുന്നവരായിരിക്കണം. അവിടുന്ന് പറഞ്ഞു, ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാർ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളോട് നന്നായി പെരുമാറുന്നവരാണ്. ഒരു പുരുഷന് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് അങ്ങാടിയിൽ നിന്നല്ല. ഒരു പുരുഷന് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് പൗരാവലി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല. ഒരു പുരുഷന് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് അവന്റെ വീട്ടുകാരിയായ പെണ്ണ്, അവന്റെ ഉമ്മ, അവന്റെ ഭാര്യ, അവന്റെ പെൺമക്കൾ അവര് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ്. പുറത്തൊക്കെ ആള് വളരെ ഉഷാറാണ്. വീട്ടിൽ ചെന്ന് അജ്ജുമാനോട് ചോദിച്ചു, എന്താ ആചാരപാട്? അതൊന്നും പറയേണ്ട ഒരു കഥയാണെന്ന് അജ്ജിമ്മ പറഞ്ഞാൽ എന്താ പിന്നെ അതിന്റെ അവസ്ഥ? ഒരു പുരുഷന് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് അവന്റെ വീട്ടിൽ നിന്നാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ തങ്ങൾ പറയുന്നു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3ാമത്തെ കാര്യം വഖുറത്തു ഐനി ഫിസ്സലാ, എന്റെ കൺ കുളിർമ, എന്റെ കണ്ണിന് ആനന്ദം, എന്റെ പരമാനന്ദം എന്ന് പറയുന്നത് നിസ്കാരത്തിലാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ തങ്ങളുടെ മദ്ഹിന്റെ വേദികൾ സംഘടിപ്പിക്കുന്ന, അതിൽ ആവേശത്തോടുകൂടി പങ്കെടുക്കുന്ന നമ്മള് ഹബീബായ തങ്ങളുടെ പരമാനന്ദമാകുന്ന നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നാമതാകണം. നാളെ പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന കാര്യം അനിസ്വലാ, അത് നിസ്കാരമാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ മറ്റുള്ള കാര്യങ്ങൾ മുഴുവനും അല്ലാഹു ചെയ്തു കൊടുക്കുന്നതാണ്. അത്രയും പ്രധാനപ്പെട്ട നിസ്കാരം. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഈ ഉമ്മത്ത് പിറകോട്ട് പോകുന്നതാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പരാജയം. പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് കൂടുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് സാധാരണ ദിവസങ്ങളിൽ ളുഹ്റിന് അത്ര ആളുകൾ പങ്കെടുക്കാത്തത്? ളുഹ്റിന് എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ പങ്കെടുക്കുന്നില്ല? വെള്ളിയാഴ്ച ജുമുഅക്ക് നേരത്തെ പോകുന്നത് പോലെ മനുഷ്യന്മാര് മുഴുവനും എല്ലാ വഖത്തിനും പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഈ ഉമ്മത്തിനെ തോൽപ്പിക്കാൻ, ഈ പേടിപ്പിക്കാൻ, ഭീഷണിപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് പണ്ഡിതന്മാര് നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയിൽ നിറയെ ആളുകളുണ്ട്. സുബഹി നിസ്കാരത്തിന് 2 ആളുകളെ പള്ളിയിലുള്ളൂ. എന്തുപറ്റി? സുബഹി നിസ്കാരം നിർബന്ധമല്ലേ? അതിന്റെ ജമാഅത്തിന് ശ്രേഷ്ഠതയില്ലേ? എന്നാൽ മഗ്രിബ് നിസ്കാരം പോലെ സുബഹി നിസ്കാരത്തിന് ജനങ്ങൾ പള്ളിയിലെത്തുന്ന ഒരു കാലം വന്നാൽ ഈ ഉമ്മത്തിനെ പിന്നെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരാജയം നമുക്ക് NRC
NRC എന്ന് കേൾക്കുമ്പോൾ പേടി തോന്നുന്നത്, നമുക്ക് വേറെ എന്തെങ്കിലും നിയമം വരുന്നു എന്ന് കേൾക്കുമ്പോൾ പേടി തോന്നുന്നത് ദീനിന്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പിറകിലായത് കൊണ്ടാണ്. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഏറ്റവും വലിയ ഉന്നതന്മാർ, നിങ്ങൾ ശരിക്കും ഈമാൻ ഉള്ളവരാണെങ്കിൽ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ ചര്യയിലേക്ക് നമ്മൾ മടങ്ങണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളോട് നമ്മൾ നന്നായി കരുണ കാണിക്കണം, മക്കൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം, ആ മക്കൾക്ക് നല്ല 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 പോസിറ്റീവ് സ്ട്രോക്കുകൾ നമ്മൾ കൊടുക്കണം. ആ കുഞ്ഞുങ്ങളെ വെറുതെ നമ്മൾ ചീത്ത പറയരുത്, കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാകരുത്, കുഞ്ഞുങ്ങളെ നമ്മൾ ശപിച്ചു കളയരുത്. ഹബീബായ തങ്ങൾ പറഞ്ഞു, എനിക്ക് നരകം കാണിക്കപ്പെട്ടു, ഇത്തലഅതു ഫിന്നാർ ഫറഅയ്തു അക്സറു അഹ്ലിഹ നിസാ, ഞാൻ ആ നരകത്തിലേക്ക് നോക്കിയപ്പോ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പെണ്ണുങ്ങളെയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എല്ലാ കുറ്റകൃത്യങ്ങളുടെയും മുന്നിൽ നിൽക്കുന്നത് ആണുങ്ങളല്ലേ? ഒരു പീഡനം നടന്നാൽ അതിൽ ആണുങ്ങളാണ് പത്രത്തിൽ ഫോട്ടോ വരുന്നത്, ഒരു മോഷണം നടന്നാൽ അതിൽ ആണുങ്ങളാണ്, ഒരു കത്തിക്കുത്ത് നടന്നാൽ അതിൽ ആണുങ്ങളാണ്. ഇങ്ങനെ പത്രത്തിൽ വരുന്ന കുറ്റകൃത്യങ്ങളിൽ മുഴുവനും ആണുങ്ങളുടെ പേര്. പക്ഷേ നരകത്തിൽ കൂടുതലും കാണുന്നത് പെണ്ണുങ്ങൾ. എന്താണ് നബിയെ ഇതിന്റെ ലോജിക്ക്? എന്തുകൊണ്ടാ പെണ്ണുങ്ങൾ ഇങ്ങനെ നരകത്തിൽ കൂടാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പറയുന്നു, ആ പെണ്ണുങ്ങൾ അവരേറ്റവും കൂടുതൽ കുടുംബത്തിനോട് നന്ദികേട് കാണിക്കുന്നു, അതുപോലെ തന്നെ ശാപവാക്കുകൾ അധികരിപ്പിക്കുന്നു എന്നാണ്. ശാപവാക്കുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് പെണ്ണുങ്ങളാണ്. ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനോട് ഇവിടെ ഇരുന്നോട്ടോ എന്ന് പറഞ്ഞു, ആ വിവരമില്ലാത്ത കുട്ടി അവിടുന്ന് എഴുന്നേറ്റ് നടന്ന് അവിടെ പോയി വീണു കിടന്നുകൊണ്ട് കരയുമ്പോ ഉമ്മ വന്നിട്ട് ആ കുട്ടിയെ ശപിക്കുകയാണ്. എന്താ ഉമ്മാര് ശപിക്കൽ? എന്താ ശപിക്കല്? ചെയ്യണ്ടെന്ന് പറഞ്ഞ പണി ചെയ്തിട്ട് പിന്നെ കുട്ടി അവിടെ പോയിരുന്ന് കരഞ്ഞാൽ അല്ലേ പണ്ടാറടക്കാം. ഇതൊരു ശാപവാക്കാണ്. എന്താണ് ഈ പണ്ടാറടങ്ങുക എന്ന് പറഞ്ഞാൽ? എന്താ നമ്മൾ ആലോചിക്കണം, എന്താ അതിന്റെ മാനാന്ന്? നമ്മളിങ്ങനെ പറഞ്ഞു അതൊരു കനല്ലാത്ത വാക്കായി മാറി. പണ്ടാറടക്കുക എന്ന് പറഞ്ഞാൽ ശാപാണ്. ശാപവാക്കുകൾ അധികരിപ്പിക്കരുത്. ശാപവാക്കുകൾ അധികരിപ്പിച്ചാൽ ശപിക്കപ്പെട്ട ആള് അതിന് അർഹനല്ലെങ്കിൽ ശാപം തിരിച്ചടിക്കും, ശാപം തിരിച്ചു വരും. ആരാണോ ശപിച്ചത് അയാളിലേക്ക് അത് മടങ്ങി വരും. അതുകൊണ്ട് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ കാണുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. കുഞ്ഞുങ്ങളെ നന്നായിട്ട് പ്രോത്സാഹനം കൊടുക്കണം. ചെറിയ പ്രായത്തിൽ തൊട്ടിലാട്ടുമ്പോൾ ഉറങ്ങാഞ്ഞാൽ പണ്ടാറടക്കാനെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടീനെ ശപിച്ചാൽ, ഈ ശാപം കുട്ടിക്ക് ഏറ്റാൽ പിന്നെ ആ കുട്ടിയെ മദ്രസയിൽ നമ്മൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും എങ്ങനെയൊക്കെ ഉസ്താദ് പഠിപ്പിച്ചു നോക്കി, എന്ത് ചെയ്താൽ ആ കുട്ടി കൊളായി. എങ്ങനെ പഠിപ്പിച്ചിട്ടും ആ കുട്ടിന്റെ മണ്ടയിൽ ഇത് കയറുന്നില്ല. എങ്ങനെ കയറുക? എത്രയോ ചരിത്രങ്ങളുണ്ട്. സമയപരിമിതി കാരണം ഞാൻ അതൊക്കെ മാറ്റിവെക്കുകയാ. ശാപമേറ്റ കുട്ടികൾക്ക് പിന്നെ ഒരു ബറക്കത്തും ജീവിതത്തിൽ ഉണ്ടാകൂല. ആരാണ് ഈ കുട്ടികളെ ശപിക്കുന്നത്? ഉസ്താദുമാരല്ല. ഉസ്താദുമാരാരെയും ശപിക്കൂല. കുട്ടികളെ ഉമ്മയും വാപ്പിയും വെല്ലിമ്മയും വെല്ലിപ്പിയും പേരിന്ന് ശപിച്ചിട്ടാ പറഞ്ഞേക്കണത്. പിന്നെ എങ്ങനെ ഈ കുട്ടികൾ നന്നാവുക? അതുകൊണ്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് തെറ്റുകുറ്റങ്ങൾ കാണുമ്പോ അവരെ നല്ല രൂപത്തിൽ അത് തിരുത്തി കൊടുക്കണം. അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം, അവർക്ക് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കണം. അല്ലാതെ കുട്ടികളെ ശപിക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ നിൽക്കാൻ പാടില്ല. ഹബീബായ തങ്ങൾ കുട്ടികളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരായിരുന്നു. ഓ പ്രിയപ്പെട്ട വല്യുപ്പമാരെ, നിങ്ങളിൽ എത്ര പേരാണ് പേരക്കുട്ടികൾക്ക് വേണ്ടി ആനയും കുതിരയും കളിക്കാൻ 4 കാലിൽ നിന്ന് കൊടുക്കാറുള്ളത്? ഇവിടെ വല്യപ്പാരുണ്ടോ? ഇവിടെ എന്താ വല്യപ്പാരുണ്ടോ? ഉണ്ട്. ആരൊക്കെയാണ് പെരയിൽ ആനയും കുതിരയായിട്ട് കളിക്കാൻ കുട്ടികൾക്ക് പുറം കാട്ടി കൊടുക്കാറുള്ളത്? ഒന്ന് കൈ ഒതിച്ചാണ്. അവർക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്രോഫി കൊടുക്കേണ്ടത് ഉസ്താദെ. മാഷാ അല്ലാഹ്. എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ? അബ്ദുസ്സമദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമദായ റബ്ബിന്റെ വലിയ ബറക്കത്ത് അദ്ദേഹത്തിന് കൊടുക്കുമാറാവട്ടെ. സമ്മാനം കൊടുക്കണം, ഇതിനാണ് പ്രോത്സാഹനം കൊടുക്കേണ്ടത്. വേറെ ആചാര്യണ്ടോ? മാഷാ അല്ലാഹ് ആചാര്യണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. മദീനത്ത് റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ ആ കോലായില്, മണലാണ് ആ കോലായിലുള്ളത്. ആ കോലായില് ലോകത്തിന്റെ നേതാവ് 4 കാലിൽ നിൽക്കുകയാണ്. 2 കൈയും 2 കാലിന്റെ മുട്ടും കുത്തിയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആ പുറത്ത് 2 കുട്ടികൾ
കുട്ടികൾ കയറിയിരിക്കുന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ആ കുട്ടികൾ ഇങ്ങനെ ആനപ്പുറത്ത് ഇങ്ങനെ ആനയും കുതിരയായിട്ട് കളിക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. ആരാ ഉമറുൽ ഫാറൂഖ്? ഇന്നും പേടിക്കുന്ന പേരാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. ഇവിടെ കുട്ടികൾ മാമു തിന്നാഞ്ഞാൽ ഉമ്മാരെന്താ പറയാ, മക്കളെ കോത്താമ്പി വരുന്നുണ്ട് അല്ലേ? യൂറോപ്പില് കുട്ടികള് ഭക്ഷണം കഴിക്കാഞ്ഞാൽ ഇന്നും അവിടുത്തെ ഉമ്മമാര് കുട്ടികളോട് പറയുന്നത് ഉമർ കംസ് എന്നാണ്. ഉമർ വരണിട്ട് വേഗം തിന്നോന്നാ പറയല്. ഇപ്പോഴും കുട്ടികൾക്ക് പേടിയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ. ഇബ്ലീസിന് പോലും പേടിയാണ്. ഇദാ സലക ഉമറു ഫജ്ജൻ സലക ശൈത്താനു ഫജ്ജൻ ആഖർ എന്ന് പരിശുദ്ധമായ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ഉമർ റളിയല്ലാഹു അൻഹു ഈ കുട്ടികൾക്ക് ആനയും കുതിരയായിട്ട് കളിപ്പിക്കുന്ന ഈ കളി കണ്ടുകൊണ്ട് അതാ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് കണ്ടപ്പോ വലിയൊരു കൗതുകം. ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബിനെ ഒന്നങ്ങോട്ട് ട്രോളി. എന്താ പറഞ്ഞെന്നറിയോ? കുട്ടികളെ നിങ്ങൾക്ക് നല്ല ഒരു കുതിരനെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കിൽ നബിതങ്ങൾക്കും ഈ തമാശ നബിതങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ തമാശ ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, കുതിര മാത്രല്ല ഉഷാറ്, കുതിരന്റെ പുറത്തിരിക്കുന്ന കുട്ടികളോ ഉഷാറ് തന്നെയാ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെയാവണം നമ്മള് വീട്ടില് കുട്ടികളോട് അങ്ങേയറ്റത്തെ വാത്സല്യം. നമ്മള് വീട്ടിലൊരു കരസേനാ മേധാവിന്റെ മാതിരി തോക്കും പിടിച്ച് ഇങ്ങനെ നടന്നാൽ കുട്ടികൾക്ക് പിന്നെ അവിടെ വീട്ടിൽ സമാധാനം. അതുകൊണ്ട് നല്ല സ്നേഹത്തോടെ മക്കളോട് പെരുമാറണം. അബൂ ഉമൈർ എന്ന് പറയുന്ന കുട്ടിയുടെ കിളിയെ കുറിച്ച് എപ്പോഴും അന്വേഷിക്കുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തിന്റെ നേതാവാ. നമ്മൾ വാർഡിൽ മെമ്പർ ആയപ്പോത്തിന് നമുക്ക് പിന്നെ കുടുംബമില്ല, കുട്ടികളില്ല. നമ്മൾ ആൾക്കാരെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി പോയി. സുബ്ഹാനല്ലാഹ്, കുട്ടികൾക്ക് നല്ല പരിഗണന കൊടുക്കണം. അങ്ങനെ തൊഴിലാളികൾക്ക് സാഹിർ എന്ന് പറയുന്ന തൊഴിലാളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ആ കാട്ടിൽ പോയി വിറക് വെട്ടി വരുമ്പോൾ എന്നും നബി തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കും. ഒരു ദിവസം നബി തങ്ങളെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നബി തങ്ങൾ ഇല്ല. ആയിഷ ബീവി ഉള്ളത്. ആയിഷ ബീവിയുടെ കയ്യിൽ നബി തങ്ങൾക്കുള്ള ഒരു സമ്മാനം കൊടുത്തു. അങ്ങനെ സാഹിർ പറഞ്ഞു, എനിക്ക് വിറക് ടൗണിൽ കൊണ്ടുപോയിട്ട് വിൽക്കണം, അതാണ് എന്റെ ഉപജീവന മാർഗം. അതുകൊണ്ട് നബി വന്നാൽ എനിക്കൊന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നബിയോട് പറഞ്ഞേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുറച്ച് സമയം കഴിഞ്ഞു വന്നു. ആയിഷ ബീവി പറഞ്ഞു, ഇതാ നിങ്ങളെ കൂട്ടുകാരൻ സാഹിർ, കയ്യിൽ തയമ്പ് വന്ന കറുകറുത്ത നിറമുള്ള സാഹിർ എന്ന് പറയുന്ന തൊഴിലാളി നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആ സമ്മാനം നബി തങ്ങളെ കയ്യിൽ കൊടുത്തപ്പോ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ, സാഹിർ എന്തേ ആദ്യം എന്നോട് പറഞ്ഞത് എന്ന്. അപ്പൊ പറഞ്ഞു, നബിയെ, നിങ്ങളെ കാണാൻ നല്ല പൂതിയുണ്ട്, നിങ്ങളെ കൈ പിടിച്ച് ചുംബിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ടൗണിലേക്ക് പോകണം, മാർക്കറ്റ് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും, അതിന്റെ മുമ്പ് എന്റെ സാധനങ്ങളൊക്കെ വിൽക്കണം, അത് വിറ്റിട്ട് വരാ എന്നാണ് പറഞ്ഞത്. ഉടനെ നബി തങ്ങൾ ആ കൊണ്ടുവന്ന സമ്മാനപ്പൊതി തുറക്കാതെ നേരെ മാർക്കറ്റിലേക്ക് പോകുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് മക്കയിലെ മാർക്കറ്റിൽ ചെന്ന് അവിടെ വിറക് കച്ചവടം ചെയ്യുന്ന സാഹിർ എന്ന് പറയുന്ന കറുകറുത്ത മനുഷ്യൻ, കയ്യിൽ തഴമ്പ് വന്ന മനുഷ്യൻ, ശരീരത്തിലൂടെ വിയർത്തൊലിച്ച മനുഷ്യൻ, ആ മനുഷ്യന്റെ പിറകിലൂടെ ചെന്ന് ആ മനുഷ്യന്റെ രണ്ട് കണ്ണും പൊത്തി അങ്ങ് പിടിച്ചു. റസൂലുള്ളാഹി തങ്ങള് ഓർക്കാപ്പുറത്ത് വന്ന് തന്റെ കണ്ണ് പൊത്തിപ്പിടിച്ചപ്പോ ആ മനുഷ്യന്റെ കണ്ണിൽ വലിയ തണുപ്പ് അനുഭവപ്പെട്ടു. നബിതങ്ങളുടെ സുഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടു. ഈ വന്നിരിക്കുന്നത് നബിതങ്ങളാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. സാഹിർ പറഞ്ഞു, നബിയെ, എനിക്ക് മനസ്സിലായിക്കണട്ടോ എന്ന് പറഞ്ഞു. നബിതങ്ങൾ ഉറക്കെ ആ ചന്തയിൽ വിളിച്ചു ചോദിക്കുകയാണ്, എന്റെ ഈ അടിമയെ ആരാണ് ഏറ്റവും വലിയ ഒരു വില കൊടുത്തുകൊണ്ട് വാങ്ങുകയാണ്? യഥാർത്ഥത്തിൽ സാഹിർ അടിമയല്ല, പക്ഷേ നബിതങ്ങൾ അങ്ങനെയാ പറഞ്ഞത്, എന്റെ ഈ അടിമയെ, ഈ കറുകറുത്ത സാഹിറിനെ വലിയ വില തന്നിട്ട് ആരാ വാങ്ങുകയെന്ന്. നബിതങ്ങളെ വാക്ക് കേട്ടപ്പോ എല്ലാരും ഓടി വന്നു. അപ്പോ സാഹിർ പറഞ്ഞു, നബിയെ, നിങ്ങൾ പറയണ അത്ര വില ഒന്നും എനിക്ക് കിട്ടൂല, ഞാനൊരു പാവപ്പെട്ട അടിമയാണ്, എനിക്ക് ചെറിയ വില കിട്ടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല സാഹിർ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ വിലയുണ്ട്. കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് കയ്യിൽ കെട്ടിയിരിക്കുന്ന തഴമ്പ് നിസ്കരിച്ച് നിസ്കരിച്ച് നെറ്റിയിൽ വന്നിരിക്കുന്ന നിസ്കാര തഴമ്പിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ളതാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചുവെങ്കിൽ ആ നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. ആ ഹബീബായ തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി അവിടുത്തെ മദ്ഹുകൾ വീടുകളിൽ പാരായണം ചെയ്ത് ആ ഹബീബിന്റെ ചര്യകൾ ജീവിതത്തിൽ പകർത്തി നമുക്ക് ആ ഹബീബിനോട് നാളെ ജന്നാത്തുൻ നഈമിൽ ചേർന്ന് നിൽക്കാൻ സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.